തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധിയുടെ ഹൈഡ്രജൻ ബോംബ് ശക്തമായി തന്നെ പൊട്ടിയിരിക്കുകയാണ്. എന്താണോ രാഹുൽ ഗാന്ധി ലക്ഷ്യം വെച്ചത് അത് തന്നെ സംഭവിക്കുകയാണ്. ബീഹാറിലാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. 2 മാസം മാത്രം അവശേഷിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ചർച്ചകൾ ഉദ്യോഗസ്ഥ തലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾ ഓരോന്നായി പൊളിച്ചടിച്ചതിനു ശേഷം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാമെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങളൊന്നുപോലും കമ്മീഷൻ ഇക്കുറി തള്ളിയില്ല എന്നതും ശ്രദ്ധേയമാണ്. ആദ്യഘട്ടത്തിൽ രാഹുലിനോട് അകന്നുനിന്ന ദേശീയ മാധ്യമങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നതും നമ്മൾ കണ്ടു. ഇതിനു പുറമെയാണ് രാഹുലിന്റെ ആരോപണങ്ങൾ പരിശോധിക്കാൻ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. വ്യാജ ലോഗിൻ കൃത്രിമമായി ഇല്ലാതാക്കൽ, മിനിറ്റുകൾക്കുള്ളിൽ ഒരേ ഐഡന്റിറ്റി ഉപയോഗിച്ച് 12ഓളം കൃത്രിമ ഫോമുകൾ സമർപ്പിക്കുന്നതായും രാഹുൽ പറഞ്ഞു. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചതിനു ശേഷം മാറി നിൽക്കുകയല്ല രാഹുൽ ഗാന്ധി ചെയ്തത്. താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒന്നൊന്നായി തെളിവുകളും ഹാജരാക്കി. പ്രതിപക്ഷ വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് മാറ്റിക്കളയാനുള്ള കേന്ദ്രീകൃത ഗൂഢാലോചനയാണ് ഇതിനു പിന്നിലെന്ന് രാഹുൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചോദ്യം രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് ഇത്രയും ഗുരുതരമായ വിഷയത്തിൽ നിശബ്ദത പാലിക്കുന്നു? കർണാടക CID 18 മാസങ്ങളിലായി 18 തവണ ഔദ്യോഗികമായി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകാൻ വിസമ്മതിച്ചതും രാഹുൽ ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനാധിപത്യത്തിന്റെ കൊലയാളികളെ സംരക്ഷിക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ്. രാഹുൽ പുറത്തു പറഞ്ഞ സത്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയ്ക്ക് തന്നെ വെല്ലുവിളിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടി സ്വീകരിക്കാൻ രാഹുൽ ഗാന്ധി ഒരാഴ്ചക്കാലം സമയം നൽകിയിരിക്കുകയാണ്. അതിനുശേഷം നടപടിയൊന്നും ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടികൾ ഉൾപ്പെടെ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെയാണ് തിടുക്കപ്പെട്ട് കമ്മീഷൻ ചില ആരോപണങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചത്. ഈ വെളിപ്പെടുത്തലിന്റെ പ്രത്യാഘാതം വളരെ വ്യാപകമായിരിക്കുമെന്നാണ് സൂചന. ചില സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ അന്വേഷണ ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ടെന്നും മാധ്യമങ്ങളും വിദഗ്ധരും തെളിവുകൾ വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച തെളിവുകളും അത് അവതരിപ്പിച്ച രീതിയും എടുത്തു പറയേണ്ടതാണ്. സാങ്കേതിക വിദ്യ നല്ലതാണ്, അത് തന്നെ ഉപയോഗിച്ച് ജനാധിപത്യത്തെ സംരക്ഷിക്കണമെന്ന ശക്തമായ സന്ദേശവും രാഹുൽ ഗാന്ധി നൽകി കഴിഞ്ഞു. കൃത്യമായ തെളിവുകൾ സഹിതം രാഷ്ട്രീയത്തെ അഭിമുഖീകരിച്ചപ്പോൾ ജനങ്ങൾ രാഹുലിൽ നിന്ന് ഒരു ജനാധിപത്യ സംരക്ഷകനെ കണ്ടു തുടങ്ങി. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുന്ന സാഹചര്യത്തിൽ രാഹുലിന്റെ നീക്കം ഫലം കണ്ടുവെന്ന കാര്യത്തിൽ തർക്കമില്ല. മോളെ, ഓണത്തിന് പുതിയ ഫ്രിഡ്ജ് കിട്ടിയല്ലോ, വലിയ ലക്ക. അമ്മേ, കേരളത്തിൽ ഇപ്പൊ വെറും ലക്കല്ല, നന്ദില ജിമാർട്ട് വക്കാലക്ക. നന്ദില ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 5 ഹ്യുണ്ടായി എസ്റ്റർ കാറുകളും, ഒപ്പം 100 വീതം LED ടിവികൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ, കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറയെ സമ്മാനങ്ങളും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും. നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.